ഇത് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് PMC സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ്. സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PMC പദ്ധതി നടപ്പിലാക്കിക്കും. എന്തിനമായ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണത്തിന്റെ ചോദ്യത്തിന് മറുപടി 0. ഈ PMC അംഗമായിട്ടുള്ളവരുടെ ദുർബലമായ സ്കൂളുകളെ തള്ളുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ചാണകത്തിലെ റേഡിയേഷൻ പോലുള്ള വിചിത്ര വാദങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നു എന്നാണോ, അതോ ഇപ്പോൾ BJPയുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണോ എന്ന് KC വേണുഗോപാലും കോൺഗ്രസും വ്യക്തമാക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ അവകാശങ്ങളെയും അട്ടിമറിക്കുന്ന PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നുവെന്നും അതിലൂടെ വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ട് ലഭിച്ചേക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെയും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വാദങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നതും പൂർണ്ണമായും അസത്യവുമാണ്. പാർലമെന്റിൽ കോൺഗ്രസ് രാജ്യസഭാ അംഗം JB മേത്തർ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ ഔദ്യോഗിക മറുപടിയിലൂടെ സർക്കാരിൻ്റെ നുണപ്രചരണങ്ങൾ പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള അബ്ദുൽ വഹാബ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്ന 1155ാമത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്നതിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായി കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വ്യക്തമാക്കലിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ വയ്യാത്ത നിലയിലാണ് ഓരോ വിഷയങ്ങളിലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ താല്പര്യങ്ങൾക്കും കുട്ടികളുടെ ഭാവിക്കും വിഘാതമായ ഈ പദ്ധതി എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കരുത് എന്ന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ സ്കൂളുകളുടെ പാർലമെന്റിൽ വന്നിട്ടുള്ള മറുപടി ഞാൻ ഒന്ന് പറയാം. കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണത്തിന്റെ ചോദ്യത്തിന് മറുപടി 0. ഈ PMC അംഗമായിട്ടുള്ളവരുടെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ രേഖകൾ പ്രകാരം പദ്ധതിക്കായി തട്ടുകളായി തിരിച്ച് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന ചലഞ്ച് ബോർഡിൽ കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുവിദ്യാലയം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഉത്തരവാദമാണ് 0. കേന്ദ്രത്തിന്റെ കീഴിലുള്ള KVS NVS സ്കൂളുകളിൽ മാത്രമാണ് പട്ടികയിലുള്ളത്. കിട്ടിയ ഫണ്ട് PMC ഫണ്ടല്ല. കേരളത്തിന് അനുവദിച്ചതായി പറയുന്ന 99 കോടി 27 ലക്ഷം രൂപ PMC നടപ്പിലാക്കിയതിന് കിട്ടിയതല്ല, മറിച്ച് സമഗ്ര ശിക്ഷ വഴിയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സ്വാഭാവിക വിഹിതം മാത്രമാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്ത തമിഴ്നാടിനും ഇത് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തട്ടിപ്പ്, കുട്ടികളുടെ അവകാശമായ RT ഫണ്ടിനെ PMCയുടെ അക്കൗണ്ടിൽപ്പെടുത്തി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. പ്രായോഗിക തടസ്സങ്ങളും സമയപരിമിതിയും പദ്ധതി അവസാനിപ്പിക്കുവാൻ 7 മാസം മാത്രം. ഈ പദ്ധതിയുടെ കാലാവധി അവസാനിപ്പിക്കുവാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പദ്ധതി തീർപ്പിക്കുവാനുള്ള ഒരു ഉത്തരവ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല. സങ്കീർണവും സമയമെടുക്കുന്നതുമായ നടപടിക്രമങ്ങൾ. സ്കൂൾ തെരഞ്ഞെടുപ്പ് UDAIS പ്ലസിലെ എൻറോൾമെന്റ് ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഓണപരീക്ഷ സമയത്തെ ജോലിഭാരം. ലിസ്റ്റിലുള്ള സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 7 മേഖലയിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. സംസ്ഥാന തലത്തിൽ ഇത് പരിശോധിക്കാൻ 1 മാസം വേണം. നമ്മുടെ കുട്ടികളുടെ ഓണപരീക്ഷാ സമയത്താണ് ഈ അനാവശ്യ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല.
കടമ്പകളേറെ ഉണ്ട്. ഒന്ന് ബാങ്ക് അക്കൗണ്ടുകൾ, സ്പർശ് വഴി RBI ലിങ്ക് ചെയ്തിട്ടുള്ള ഫണ്ട് കൈമാറ്റം, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറുടെ നിയമനത്തിന് AGയുടെ അനുമതി തുടങ്ങിയ നിരവധി നടപടിക്രമങ്ങളാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് വരുന്നത്. ഫലത്തിൽ 3 മാസമാണ് കിട്ടുന്നത്. ഇത്രയും സങ്കീർണമായ പ്രക്രിയകൾ പൂർത്തിയാക്കുമ്പോഴേക്കും പദ്ധതിക്ക് 3 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. ദുർബലമായ സ്കൂളുകളെ തള്ളുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധിക സാമ്പത്തിക ബാധ്യത, സംസ്ഥാനത്തിന് വിവേചനപരമായ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ കുട്ടികളുള്ള, മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ വലിയ തുക മുടക്കി നന്നാക്കിയ സ്കൂളുകളെ മാത്രമേ കേന്ദ്രം പരിഗണിക്കുകയുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ നന്നാക്കി ലിഫ്റ്റും AC-യും അതുപോലെയൊക്കെയുള്ള നന്നായിട്ട് ഇട്ടിരിക്കുന്ന ആ സ്കൂളുകളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. പദ്ധതി കഴിഞ്ഞാലും അതിൻ്റെ ബാധ്യത സർക്കാരിനാണ്. പദ്ധതി കാലാവധി കഴിഞ്ഞാലും ഈ സ്കൂളുകൾ PM-ശ്രീ എന്ന പേരിൽ അറിയപ്പെടുകയും കേന്ദ്ര നയങ്ങൾ തുടരേണ്ടി വരികയും ചെയ്യും. അതിനുള്ള ഫണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും അർഹതപ്പെട്ട പൊതു ഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കപ്പെടേണ്ടത്. പാഠ്യപദ്ധതിയിലെ കേന്ദ്രീകരണവും RSSന്റെ അജണ്ടയും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് പ്രവേശന പരീക്ഷകൾ അടക്കമുള്ള മുഴുവൻ പരീക്ഷകളും കേന്ദ്രീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. നീറ്റ് പരീക്ഷയിലെ നടത്തിപ്പിൽ നാം കണ്ട ക്രമക്കേടുകളും അട്ടിമറികളും ഇനിയും ആവർത്തിക്കും എന്ന് ഭയക്കേണ്ടതായിട്ടുണ്ട്. സയൻസിന് പകരം അന്ധവിശ്വാസങ്ങൾ പാഠ്യപദ്ധതിയിലും മൂല്യനിർണ്ണയത്തിലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നതോടെ ശാസ്ത്രീയ ചിന്തകൾക്ക് പകരം അന്ധവിശ്വാസങ്ങളും വ്യാജ പ്രചരണങ്ങളും, ഉദാഹരണത്തിന് ചാണകത്തിലെ റേഡിയേഷൻ പോലുള്ള വിചിത്രവാദങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. കേരളം എന്ന് ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ സ്വയംഭരണാധികാരവും ശാസ്ത്രീയ ബോധവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ധാരണാപത്രത്തിലെ 23-ാം ക്ലോസ് പ്രകാരം ഈ പദ്ധതി മരവിപ്പിക്കുവാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുന്നതിനും ലഭിക്കാത്ത ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതുമായ ഈ നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. ധാരണാപത്രത്തിലെ ക്ലോസ് ഉപയോഗിച്ച് PM-ശ്രീ പദ്ധതി പൂർണ്ണമായും മരവിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവണം. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് PM-ശ്രീ പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിഴുങ്ങി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ UDF കൂട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF സർക്കാരിനെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പ്രതികൂട്ടിൽ നിർത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച തുറന്ന കത്ത് ജനങ്ങളുടെ മുന്നിലുണ്ട്. PM-ശ്രീ പദ്ധതി BJP-യുമായുള്ള രഹസ്യധാരണയാണെന്നും ആരുടെ തടി രക്ഷിക്കാനാണെന്നും ചോദിച്ച നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നു എന്നാണോ, അതോ ഇപ്പോൾ BJP-യുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണോ എന്ന് KC വേണുഗോപാലും കോൺഗ്രസും വ്യക്തമാക്കണം. അധികാരത്തിൽ വന്നാൽ PM-ശ്രീ ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച നിർമ്മല മന്ത്രി KM ഷാജിയും മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത്? യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് സമ്മതം മൂടിയ ലീഗ് നേതൃത്വം സ്വന്തം അണികളെ വഞ്ചിച്ചിരിക്കുകയാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ച് നേതാക്കൾ കാരണം സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ചായപ്പിടികയിൽ പോയി രാഷ്ട്രീയ ചർച്ച നടത്താൻ പോലും വയ്യാത്ത നാണംകെട്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. സംഘപരിവാർ വിദ്യാഭ്യാസ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ നിലപാടിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് UDF-നുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കേന്ദ്ര ഫണ്ട് വാങ്ങാനും ഉപസമിതിയെ നിയോഗിച്ചത് UDF-ന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾക്ക്
ഉടപിടിക്കുന്ന UDF ജനങ്ങളോട് കൃത്യമായ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യസഭയിൽ രണ്ടുപേരാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ശ്രീ അബ്ദുൽ വഹാബും അതേപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ രാജ്യസഭ അംഗവും. പാർലമെന്റിലെ മുസ്ലിം ലീഗ് MP ശ്രീ അബ്ദുൽ വഹാബ് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ വ്യക്തമായ മറുപടി UDF സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങളുടെയും ഇരട്ടത്താപ്പിന്റെയും മുഖംമൂടി വലിച്ചുകയറിയിരിക്കുകയാണ്. PMC പദ്ധതിയിൽ ഒപ്പുവച്ചില്ലെങ്കിലോ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാലോ സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന സാർവത്രിക വിദ്യാഭ്യാസ സഹായത്തെയോ ഫണ്ടുകളെയോ അത് ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖാമൂലം നൽകിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറയുന്നത്. മുമ്പ് അന്നത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ടപ്പോഴും സമഗ്ര ശിക്ഷയുടെ ദേശീയ യോഗങ്ങളിലും PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷ ഫണ്ട് നൽകില്ല എന്നാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരുന്നത്. പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് കേന്ദ്രം ഇപ്പോൾ പറയുമ്പോൾ ഫണ്ട് തടസ്സപ്പെടുമെന്ന തെറ്റായ ന്യായീകരണം ഉയർത്തി കാവ്യവൽക്കരണ അജണ്ടയുമായുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ UDF സർക്കാർ കാണിക്കുന്ന തിടുക്കം ആരെ പ്രീതിപ്പെടുത്താനാണ്? BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാപ്പിക്കും എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് PM ശ്രീ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അപ്പം മിക്കവാറും അവരങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നമ്മൾ കേരളത്തെ ആവേശപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഭരണത്തിലുള്ള UDFും അതിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രന്റെയും BJPയുടെയും അതേ പ്രഖ്യാപനം പ്രാവർത്തികമാക്കാനാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുസ്ലിം ലീഗും UDFും സർക്കാരും വഴങ്ങിക്കൊടുക്കുന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മതേതര മൂല്യങ്ങളിലും ഭരണഘടനാ തത്വങ്ങളിലുമാണ് അധിഷ്ഠമായിരിക്കുന്നത്. എന്നാൽ PM ശ്രീ വഴി സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് നേരിട്ട് കടത്തിവിടാനുള്ള വഴി തുറക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഫണ്ട് തടസ്സപ്പെടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും വൈകാതെ കരാറിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാവണം. എന്ന് മാത്രമല്ല, ഏതവസരത്തിൽ വേണോ ഗവൺമെന്റിന് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കൊടുത്ത മറുപടിക്ക് 2 പാർലമെന്റ് മെമ്പർമാരെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ കള്ളമാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മന്ത്രിയായിരിക്കുന്ന ശ്രീ ഷാജി പറഞ്ഞല്ലോ, ഈ എല്ലാ PMC കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ PMC ഞങ്ങൾ കടലിലെറിയുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എവിടെയാണ് അവരറിയാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. ഫണ്ട് ലഭിക്കില്ലെന്ന കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത് UDF അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മതേതര പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം. എൻ്റെ വഹാബിൻ്റെ മറുപടി എൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ജബി മേത്തറിൻ്റെയും മറുപടി എൻ്റെ ഉണ്ട്. 2 പാർലമെൻറ്റിൽ തന്നിട്ടുള്ള മറുപടിയുണ്ട്. അതിൽ വ്യക്തമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം 1-2 കാര്യം കൂടെ പറയാം.